രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു. രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവരെത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ. ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. അത് പിന്നെ അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി. മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കോണം കാണിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു. കോൾ കട്ടായി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല. രാമൻകുട്ടിയുടെ മരം ആടി ഉലഞ്ഞു. രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു. മരം ഒരു വരമാണ്.
മരത്തെ ഒന്നും ചെയ്യരുത്. വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി. ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി. ഇനി മീൻ പിടിക്കാൻ കൊള്ളാം. അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. രാമൻകുട്ടി അടിയിലും മരം മുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു: എന്റെ പൊന്നോ, മരം ഒരു വരം തന്നെയാണ്.
നമ്മുടെ സ്വന്തം ചാച്ചാജി കുരുന്നു സ്നേഹം
തലയിൽ നിന്നും തൂവെള്ള കാതൽ തൊപ്പി ഊരി. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി നല്ലപോലെ തല വീഴാൻ തുടങ്ങി. അത് കണ്ടതോടെ ചിരിക്കാത്ത കുട്ടി പൊട്ടിച്ചിരിച്ചു. അവന് ചിരി അടക്കാനായില്ല. അത് കണ്ട് മറ്റു കുട്ടികളും ചിരിച്ചു. കാരണം എന്താണെന്ന് അറിയുമോ? ചാച്ചാജിയുടെ തലയുടെ പിൻഭാഗത്ത് അല്പം രോമമുള്ളതൊഴിച്ചാൽ ബാക്കി മുഴുവൻ തിളങ്ങുന്ന കഷണ്ടിയായിരുന്നു. ഒറ്റ രോമം പോലും ഇല്ലാത്തടുത്ത് ചീപ്പ്
വെരി ഗുഡ് കുട്ടികളെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഗ്രൗണ്ടിലേക്ക് പോവാം. എനിക്കും സാറ് പറഞ്ഞ കഥയിലെ കുട്ടിയെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് അവസരം വരട്ടെ. ഹായ്, പെൻസിൽ, നല്ല വലിയ പെൻസിൽ. എനിക്കാണെങ്കിൽ കൂറക്കാഴ്ച പോലെ ഒരു ചെറിയ പെൻസിലേ ഉള്ളൂ. അമ്മു, ഇത് അമ്മുവിന്റെ പെൻസിലാണല്ലേ? ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു കൊടുക്കണം. കേട്ടോ കുട്ടികളെ? കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു കൊടുക്കണം. കേട്ടോ കുട്ടികളെ? അമ്മു, ഇതാ എന്റെ പെൻസിൽ. താങ്ക് യു അപ്പു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എടാ അപ്പു, ഞാൻ എല്ലാം കണ്ടു. നീ എന്തിനാ പെൻസിൽ അവൾക്ക് തിരിച്ചു കൊടുത്തത്? അത് അവൾ പറഞ്ഞുണ്ട്. നിനക്കാണെങ്കിൽ കൂറക്കാഷ്ട പോലെ ചെറിയ പെൻസിലല്ലേ ഉള്ളൂ. ഇനി എന്റെ അടുത്ത് പെൻസിൽ ചോദിച്ചോണ്ട് വാ. നീ മാറ്റി പറഞ്ഞ കഥ കേട്ടില്ലേ? ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ അത് അതിന്റെ ഉടമസ്ഥൻ തന്നെ തിരിച്ചേൽപ്പിക്കണം. ഓ ദത്ത്, എനിക്ക് കേൾക്കേണ്ടതിന്റെ ഈ കഥയുള്ളൂ. കഥയിലെ അങ്ങനെ പലതും പറയും. ഇത് നിന്റെ അവസ്ഥയായിട്ട് ദൈവം നിന്റെ ബുദ്ധിക്കൊണ്ടിട്ട പെൻസിലായിരുന്നു. എന്നിട്ട് നീ അതിനെ വലിച്ചോണ്ടില്ലേ? ഇനി എന്നിട്ട് പെൻസിൽ ചോദിച്ചോണ്ട് വാ. ഒരു സത്യസന്ധവാദിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളെ സത്യസന്ധ ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വലിയ വിഷമം ഉണ്ടാവും. കട്ടൻ ചായ കുടിച്ചോണ്ട് സ്കൂളിൽ പോകാം. എങ്ങനെ അമ്മ രാവിലെ കട്ടൻ ചായ കുടിച്ചോണ്ട് എനിക്ക് വെള്ളത്തുന്ന് പിന്നെ എനിക്ക് സ്കൂളിൽ പോയി. ആ പിന്നെ പോകുമ്പോ കാണാനായിട്ട് പറമ്പിൽ കൂടെ പോയാൽ മതി. ഭാഗ്യം വരെ തേങ്ങയും കിട്ടണേ. ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ തന്നെയാ. ഇത് ആരുടെ ആണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഇവിടെ പണി ഏൽപ്പിച്ചത്. സാർ പറഞ്ഞില്ലേ, ഒരാളുടെ സാധനം കളഞ്ഞു കിട്ടിയാൽ അത് അവരോട് തന്നെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഏൽപ്പിച്ചത്. വെരി ഗുഡ് അപ്പു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുവിന് വഴി കിടന്ന് കിട്ടിയ തേങ്ങയാണ്. ഇത് ആരുടേതാണെന്ന് അറിയാത്തത് കൊണ്ട് അവൻ ഓഫീസിൽ കൊണ്ടുവന്ന് സത്യസന്ധത കാണിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മാതൃക എല്ലാവരും മാതൃകയാക്കണം. അപ്പുവിന് ഒരു ചെറിയ ഉപഹാരം സ്കൂളിൽ വന്ന് അപ്പു സ്റ്റേജിലേക്ക് വരിക.